ചേട്ടാ, നമ്മൾ ഈ സിനിമയിലും സീരിയലൊക്കെ മാത്രം കണ്ടുവന്നൊരു രംഗമുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മേനെയും കൺമുന്നിൽ വെച്ച് ജീവൻ പോകുന്ന കാഴ്ച. നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷം അതിൽ രക്ഷപ്പെട്ട 2 സഹോദരങ്ങൾ തൻ്റെ അച്ഛനെയും അമ്മേനെ കൊന്ന അവരെ തേടി പിടിച്ച് അതേ രീതിയിൽ തന്നെ അവരെ കൊല്ലുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ കഥയൊന്ന് പറയാമോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളീ പറയുന്നതെല്ലാം ഉള്ള സംഭവങ്ങളാണ്. അത് 26 വർഷമാണ് പ്രതികാരത്തിന് വേണ്ടി കാത്തിരുന്നത്. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലൊരു സീനാണ് അതിനകത്ത്. കാരണം പകവീട്ടൽ. അതായത് 2026 വർഷം എന്ന് പറയുമ്പോൾ 2023, അത് 2023 കേൾക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് പൊക്കളയരുത് നമ്മുടെ പ്രേക്ഷകർ. ഈ കഥ ഇത് സംഭവമാണ്, കഥയല്ല, സംഭവമാണ്. 2023 ദീപാവലി ആഘോഷ സമയമാണ്, നവംബർ മാസം. അപ്പോൾ ആ ദീപാവലി ആഘോഷിക്കുന്ന സമയത്ത് വാരാണസി അവിടെയാണ്. അവിടെ ഭേലുപൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. രാജേന്ദ്രഗുപ്തയുടെ ആഡംബര ബംഗ്ലാവ്. ഞാനിങ്ങനെ ഓരോ വാക്കെടുത്ത് പറയുന്നത് അതിൻ്റെ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ രാജേന്ദ്രഗുപ്തയുടെ ആഡംബര ബംഗ്ലാവിൽ മാത്രം അനക്കമില്ല. ബാക്കി ആ പ്രദേശത്ത് മുഴുവൻ ദീപാവലി ആഘോഷത്തിൽ ആളുകൾ, നമ്മുടെ ഇവിടുത്തെ പോലല്ലത്. അവിടെ ദീപാവലി എന്ന് പറയുമ്പോൾ വലിയ ആഘോഷമാണ്. ആളുകൾ ആഘോഷത്തിമിർപ്പിലായിരിക്കുമ്പോൾ ആ വീട് ഇങ്ങനെ മൂകമായി കിടക്കുന്നു. അപ്പോൾ ആളുകൾക്ക് സംശയമായി. പ്രത്യേകിച്ച് അത്രയും വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ, അയാളുടെ വീട്ടിൽ ആഘോഷമൊന്നുമില്ല. ആളുകൾക്ക് സംശയമായി. ആളുകൾ അവിടെ കയറി പോലീസിനെ വിളിച്ചു. അങ്ങനെ പോലീസും ഈ നാട്ടുകാരും കൂടെ കതക് ചവിട്ടി തുറന്ന് അകത്ത് കയറി. അങ്ങനെ അകത്ത് കയറി അവർ നോക്കുമ്പോഴാണ് ഈ 4 പേരെ, അതായത് 4 മൃതദേഹങ്ങളാണ്. ആ 4 മൃതദേഹങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് രാജേന്ദ്രഗുപ്തയാണ് ഗൃഹനാഥൻ, ഭാര്യ നീതു ഗുപ്ത, മക്കളായ നവനീതും സുബോധും. ഈ 4 പേരും മരിച്ചു കിടക്കുകയാണ്. വെടിയുണ്ടയേറ്റ് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ആദ്യം ആളുകൾ വിചാരിച്ചു കൂട്ട ആത്മഹത്യയായിരിക്കും എന്നാണ് ആളുകളുടെ ഒരു ധാരണ. പോലീസും അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ വിദഗ്ധ പരിശോധനയിൽ പോലീസിന് മനസ്സിലായി ഇതൊരു കൊലപാതകമാണ്, ആത്മഹത്യയല്ല, കൊലപാതകമാണ്. പിന്നെ ആരാണ് കൊല ചെയ്തത്, എന്തിനാണ് കൊല ചെയ്തത്, കൊലയാളികൾ എവിടെയാണ്, ആണല്ലോ അന്വേഷിക്കേണ്ടത്. എപ്പോഴാണ് കൊല ചെയ്തത്? പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നു. ഇനിയാണ് ഒരു സിനിമ പോലെയുള്ള കഥ. പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് കലണ്ടർ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ 1997 എത്തുന്നത്. അപ്പോൾ 26 വർഷം. 1997 ലക്ഷ്മി നാരായൺ ഗുപ്ത എന്ന് പറയുന്ന വലിയ ബിസിനസ്സുകാരൻ്റെ കുടുംബത്തിലാണ് നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുന്നത്. ആ ലക്ഷ്മി നാരായൺ ഗുപ്തയ്ക്ക് 2 മക്കളാണ്. ഒന്ന് രാജേന്ദ്രഗുപ്തയും, നമ്മളിപ്പോൾ ഈ പറഞ്ഞ മരിച്ചു കിടക്കുന്ന കൊല്ലപ്പെട്ട രാജേന്ദ്രഗുപ്ത, മറ്റൊന്ന് കൃഷ്ണഗുപ്ത. ഇങ്ങനെ 2 ആൺമക്കളാണുള്ളത്. അതിസമ്പന്നനായ വ്യക്തിയാണ് ലക്ഷ്മി നാരായൺ ഗുപ്ത. അപ്പോൾ രാജേന്ദ്രഗുപ്ത പക്ഷേ ഇവരിൽ നിന്നൊക്കെ വേറിട്ട ഒരാളായിരുന്നു. മറ്റവർ 2 പേരും വളരെ സത്യസന്ധരായ, നന്മയുടെ ഭാഗത്തൊക്കെ നിൽക്കുന്ന 2 പേർ. പക്ഷേ രാജേന്ദ്രഗുപ്ത അങ്ങനെയല്ല. ഈ അധികാരവും സമ്പത്തും മുഴുവൻ തനിക്ക് മാത്രമായിരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങനെ സദാസമയം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നടന്ന ഒരാളാണ്. അപ്പോഴാണ് രാജേന്ദ്രഗുപ്തയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്, ഇവരെ കൊല്ലുക. അതാണ് ഐഡിയ. 2 പേരെയും, അതായത് അച്ഛനെ കൊല്ലുക, അതുപോലെ തന്നെ സഹോദരനെ ഇല്ലാതാക്കുക. അങ്ങനെ രാജേന്ദ്രഗുപ്ത അച്ഛൻ ലക്ഷ്മി നാരായണനെ, അതുപോലെ തന്നെ ഈ അനുജൻ കൃഷ്ണഗുപ്തയുടെ ഭാര്യ, ഇത്രയും ആളുകളെ വെടിവെച്ചു കൊന്നു. അന്ന് ആ കൂട്ടക്കൊലയിൽ നിന്ന് അത്ഭുതകരമായി 2 പേർ രക്ഷപ്പെട്ടു. ആ 2 പേരാണ് കൃഷ്ണഗുപ്തയുടെ മക്കളായ വിക്കിയും ജുഗ്നുവും. ഇവർ 2 പേരും നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ അവർ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു. അവർ എവിടെയോ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ രാജേന്ദ്രഗുപ്തയ്ക്ക് അറിയാം. പക്ഷേ അന്ന് അവർ ഭയന്ന് വിറച്ചെങ്കിൽ അവരുടെ മനസ്സിൽ ആ സമയത്ത് തങ്ങളുടെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ ആളിനോടുള്ള പക ആ സമയം മുതൽ അവരുടെ മനസ്സിൽ എരിയാൻ തുടങ്ങി. അവർ വളരുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു സമയത്ത്
ഈ രാജേന്ദ്രഗുപ്തയെ അയാളുടെ കുടുംബത്തെ തങ്ങളെ എങ്ങനെയാണോ തങ്ങളുടെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയത്, തങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയത്, അതുപോലെ രാജേന്ദ്രഗുപ്ത എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സഹോദരനാണ്, അയാളെയും ഇല്ലാതാക്കണം എന്നുള്ള ചിന്ത അവർ വളരുന്നതിനോടൊപ്പം തന്നെ ഈ കുട്ടികളിൽ വളരാൻ തുടങ്ങി. രാജേന്ദ്രഗുപ്ത ജയിലിൽ പോയെങ്കിലും അയാൾ സമ്പന്നനാണ്, അയാൾക്ക് സമ്പത്തുള്ളത് കൊണ്ട് ആ സമ്പത്ത് കൊണ്ട് അയാൾ ജാമ്യം നേടി പുറത്തിറങ്ങി. കേസ് തേഞ്ഞു മാഞ്ഞു പോയി. അയാൾ വാരാണസിയിൽ തന്നെ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു, വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് കോടീശ്വരനായി ഈ പറഞ്ഞ ആഡംബര ബംഗ്ലാവിൽ അങ്ങനെ താമസിക്കുകയാണ്. ഇയാൾക്കറിയാം ഈ രണ്ടുപേര് സഹോദരൻ്റെ മക്കൾ വിക്കിയും ജുഗ്നുവും എവിടെയോ ഉണ്ട്. പക്ഷേ അവരെവിടെയോ ഉണ്ടെങ്കിലും അവർ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ വേണ്ടിയുള്ള ശേഷിയൊന്നും അവർക്കില്ല എന്ന് അയാൾക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഒരവസരം നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് 2023 ദീപാവലി നാളുകൾ എത്തുന്നു. ദീപാവലിയുടെ ഒരു ദിവസത്തെ ആഘോഷമല്ല. 1997 തങ്ങളുടെ കൺമുന്നിലാണ് അച്ഛനും അമ്മയും മരിച്ചു വീണത്. അതിന് പ്രതികാരം ചെയ്യണം. ആ പ്രതികാരം തീർക്കാൻ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് അന്ന് മുതൽ. അപ്പം ആ ദിവസം എത്തി. അത്രയും നാളത്തെ കാത്തിരിപ്പ്. ദീപാവലി ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും ഇങ്ങനെ പടക്കങ്ങളൊക്കെ പൊട്ടുന്നതുകൊണ്ട് ആ ശബ്ദമാണ് എങ്ങും മുഴങ്ങുക. അപ്പോൾ ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ തോക്കുമായിട്ട് ഈ രാജേന്ദ്രഗുപ്തയുടെ വീട്ടിനകത്തേക്ക് കയറി. ചുറ്റും പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദമാണല്ലോ. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറി രാജേന്ദ്രഗുപ്ത അവിടെ ഉണ്ട്. രാജേന്ദ്രഗുപ്തയെ നിറയൊഴിച്ചു. അയാൾ മരിച്ചു വീണു. പിന്നീട് അയാളുടെ ഭാര്യ നീതുഗുപ്ത, 2 മക്കൾ നവനീതയും സുബോധും, യാതൊരു ദയയും കാട്ടാതെ ഈ മക്കളെയും ഇവർ രണ്ടുപേരും വെടിവെച്ചു. കാരണം അത്രയും പകയാണ്. അച്ഛനെയും അമ്മയും കൊന്നത് അവർ നേരിട്ട് കാണുകയാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ. അപ്പോൾ നേരിട്ട് കണ്ട് ആ പക ഇങ്ങനെ എരിയുന്ന അവരെ സംബന്ധിച്ച് തങ്ങളുടെ അച്ഛനെയും അമ്മയും തങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആളിനെ അവരുടെ കുടുംബത്തെ ഇല്ലാതാക്കുക. അതിനപ്പുറം ഇവരിപ്പോൾ ചില ആളുകൾ ആ ചിന്ത ഇങ്ങനെ ഈ ബ്രെയിനിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കി, ഒരു ദയയും കാട്ടിയില്ല, ഇല്ലാതാക്കി. അപ്പോൾ ഈ പടക്കങ്ങളുടെ ശബ്ദമുള്ളതുകൊണ്ട് ഇവിടെ വെടിവെച്ച പുറത്ത് ആരും, അഥവാ വെടിവെച്ച ഉണ്ടെങ്കിൽ പോലും അത് പടക്കം പൊട്ടിക്കുകയാണ് എന്നുള്ള ചിന്തയിൽ തീർന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആളുകൾ നോക്കുമ്പോൾ അവിടെ യാതൊരു അവിടെ മാത്രം അനക്കമില്ല. ആ ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് നിശബ്ദമാണ് ആ വീട്. അവിടെ യാതൊരു ശബ്ദവുമില്ല. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ നാട്ടുകാരും പോലീസും അവിടേക്ക് ചെല്ലുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന് ശേഷം ഇവർ രക്ഷപ്പെട്ടെങ്കിലും പോലീസ് വൈകാതെ ഇവരെ രണ്ടുപേരെയും പിടികൂടി. ആ ആഡംബര വീട് ഇപ്പോഴും അവിടെ ഉണ്ട്. അതുമാത്രമല്ല, പണത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് തുടങ്ങിയ കളിയാണ്. 2 സഹോദരങ്ങൾ തമ്മിലുള്ള, 2 സഹോദരങ്ങളിൽ ഒരാൾ പണത്തിന് വേണ്ടിയിട്ട്, പക്ഷേ ആ തലമുറകളെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കി. ആ കുടുംബത്തിൽ പിന്നെ ആരും ഇല്ലാതാകുന്ന ഒരവസ്ഥ. മറ്റവർ ജയിലിൽ പോയി. ഇവർ 2 തലമുറ, ഈ 2 സഹോദരങ്ങളുടെ മക്കളിൽ ഇവർ മരണപ്പെട്ടു. അങ്ങനെ വളരെ പ്രമാദമായ കേസായിരുന്നു അത്. കാരണം ആ ദീപാവലി ദിനത്തിൽ ഇന്ത്യയെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട കൊലപാതകങ്ങളിലൊന്നാണ് ഈ വാരാണസിയിൽ നടന്ന ഈ സംഭവം. അത് മാത്രമല്ല 26 വർഷം ക്ഷമയോടെ പ്രതികാരം ചെയ്യാൻ. അത് ഒരു സിനിമയുടെ ടാഗ് ലൈൻ തന്നെ അങ്ങനെയായിരുന്നല്ലോ, പക വീട്ടാനുള്ളതാണ് എന്നുള്ളൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു ഒരു സിനിമയിൽ. അതുപോലെയാണ്, പക വീട്ടാനുള്ളതാണ്. ശരി.